ഞാനപ്പോൾ ഈ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വലിയ ചാടകി ഹെൽമെറ്റൊക്കെ വെച്ച് നേരെ പോകുന്ന പ്രീച്ചേച്ചിയുടെ അടുത്തേക്കായിരുന്നു കേട്ടോ. ചേച്ചിയുടെ ആണെങ്കിൽ ഇന്ന് ബർത്ത്ഡേ ആണേ. എനിക്കാണെങ്കിൽ പോകാൻ നേരം കിട്ടാത്തതുകൊണ്ട് ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കോട്ടെ പറഞ്ഞ്. അപ്പോഴാണ് അവിടുത്തെ വേറും കൈ വെച്ച് പോകുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും 2-3 ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നേരെ ഷൈൻ സോസിൽ കയറിയിട്ടാണ്. ഷൈൻ സോസിൽ കയറിയിട്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള 2-3 സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പെട്ടെന്ന് അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിക്കാനും പറ്റില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഷൈൻ സോസിൽ നിന്ന് സാധനവും വാങ്ങിച്ചത് പിന്നെ നേരെ പോയത് ബേക്കറിയിലേക്കായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പിന്നെ അവളുടെ മോസ്റ്റ് ഫേവറേറ്റ് വൺ ഡയറി മിൽക്ക്. എനിക്കും അവൾക്കും ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഡയറി മിൽക്ക്. അത് അവിടെ നിന്ന് വാങ്ങിച്ച് പിന്നെ നേരെ അവളുടെ ബേക്കറിയിലേക്ക് പോയിട്ടാണ്. അവിടെ വന്നപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വന്ന് ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് പിന്നെ ഞാൻ അവളുടെ ഗിഫ്റ്റൊക്കെ കൊടുത്താൽ പിന്നെ അവൾക്ക് എപ്പോൾ കണ്ടാലും ഒരു പരിപാടി ഉണ്ട് എന്നെ കടിക്കലും പിച്ചിലും മാന്തലും ഒക്കെ. അത് എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിട്ട് അത് കഴിഞ്ഞ് അവളുടെ ഗിഫ്റ്റൊക്കെ ഞാൻ തുറന്നു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്നായിട്ടൊക്കെ തുറന്നു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അഭിലാഷേട്ടനെ ബേക്കറിയിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഒരു ഷേക്കും പറഞ്ഞിട്ട്. പിന്നെ പുറത്ത് പോയിരുന്നിട്ട് കുറ്റം പറച്ചിലും സെൽഫി എടുപ്പും അങ്ങനെയൊക്കെ ആയിരുന്നിട്ടാ. ഒത്തിരി നാളുകൾക്ക് ശേഷം കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറയാനുണ്ടാവും കേട്ടോ. അങ്ങനെ കുറേ നേരം പറഞ്ഞ് കഴിയുമ്പോൾ അഭിലാഷേട്ടൻ വിളിച്ച് ഷേക്ക് റെഡി ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പുറത്ത് വന്നിരുന്നത് ഷേക്ക് കുടിക്കലായിരുന്നേ. അങ്ങനെ അവളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നിന്നപ്പോഴത്തേക്ക് അയനയാണെങ്കിൽ മാംഗോ ബാർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഗർഭിണിയായ അവളുടെ പേരും പറഞ്ഞ് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കഴിക്കുന്ന മുഴുവൻ അനീഷായിരുന്നു കേട്ടോ. അവൾക്ക് ഒരെണ്ണം കൊടുത്ത് ബാക്കി മുഴുവൻ ഇവനായിരുന്നു തിന്നത്.